ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ താങ്കളുടെ മുമ്പാകെ എടുത്തു വെക്കുകയാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. മുസ്ലിം ലീഗിൻ്റെ അണികൾ ഇനി ആര്യാടൻ ഷൗക്കത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ വരാതിരിക്കും. വന്നിട്ട് വേറൊരാൾക്കും വോട്ട് ചെയ്ത് പോവും എന്ന് കരുതേണ്ടതില്ല. ചിലപ്പോൾ വരാതിരുന്നേക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നോക്കൂ, മുസ്ലിം ലീഗിന് എന്തൊക്കെ കാര്യങ്ങൾ അതൃപ്തി ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ്റെ ചില പ്രതികരണങ്ങളോടൊക്കെ മുസ്ലിം ലീഗ് UDF ചർച്ചകളിൽ എടുത്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. അൻവറിൻ്റെ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഈ കൈക്കൂലിക്കാരായി ക്ഷേമ പെൻഷൻകാരെ കാണുന്ന കാര്യത്തിൽ മലപ്പുറത്തൊക്കെ നിലമ്പൂരിലൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് അസ്വസ്ഥരാണെന്ന് മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടില്ല. അത് ഒരു ഭാഗത്ത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വലിയ ആത്മാർത്ഥതയോടുകൂടി മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി വോട്ട് ചെയ്യാൻ പോകും. അറബി വാക്കുകളൊക്കെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചു. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ജേക്കബ് ജോർജിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് ഇപ്പോൾ നിലമ്പൂരിൽ ആളുകളെ വിടുന്നത് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലാണ്, ദീപ്തി ഒക്കെയാണ് ആളുകളെ വിടുന്നതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവരത് UDFൻ്റെ ഒരു ടീമാക്കി മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെയാണ് ഇപ്പോൾ മുമ്പിൽ നിർത്തുന്നത്. മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ആളുകളെ ചാനലുകൾക്ക് കൊടുത്തിട്ടാണ് ബാക്കി ആളുകളെയൊക്കെ അവരിപ്പോൾ നോക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനെ മുൻനിർത്തി തന്നെയാണ്. മുസ്ലിം ലീഗ് മറുപടി പറയട്ടെ. മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിമാന പോരാട്ടമായി ഇതിനെ കൊണ്ടുവരാനുള്ള ശ്രമം കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിനൊക്കെ കാരണങ്ങൾ ശ്രീ ജേക്കബ് ജോർജ്? ലാലേ, ഞാൻ നമ്മളെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടും ചൂരൊന്നും നമുക്ക് നേരിട്ടറിയത്തില്ല. ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ആളാണ്, ലാലും തിരുവനന്തപുരത്തിരിക്കുന്ന ആളാണ്. ഷാഫി ചാലിയൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. ആണ് അദ്ദേഹം. കോഴിക്കോട്ട് മലപ്പുറം ആ ഭാഗത്തല്ലേ അദ്ദേഹത്തിൻ്റെ വീട്. ഷാഫി ചാലിയൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാവാണ്. ലീഗിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് അങ്ങേയറ്റം ക്ലാരിറ്റിയോടുകൂടി ചർച്ചകളിൽ അവതരിപ്പിക്കുന്ന നേതാവും കൂടിയാണ്. ഞങ്ങൾ ടെലിവിഷൻ കൂടിയേ കണ്ടിട്ടുള്ളൂ. ഷാഫി ചാലിയം മുസ്ലിം ലീഗിനെക്കുറിച്ച്, ലീഗിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, UDFൻ്റെ അകത്തെ ലീഗിൻ്റെ പൊസിഷൻ അതേക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ അങ്ങേയറ്റം ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെയും ധാരണ. ഞാൻ അതിന് ആ വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ശരി വെക്കുന്നുമില്ല. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ലീഗിന് രാഷ്ട്രീയമായിട്ട് വ്യക്തമായ ഒരു നിലപാടുണ്ട് എല്ലാ കാര്യങ്ങളിലും. ആദ്യഘട്ടത്തിൽ അത് ലീഗിൻ്റെ നയമായിരുന്നു. PB അൻവറിന് വേണ്ടി നിലകൊള്ളുക, PB അൻവറിനെ ഒരു കൈ സഹായിക്കുക, അത് ലീഗിൻ്റെ നിലപാടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ലീഗ് അന്നത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തത്. UDFൻ്റെ അകത്ത് ലീഗിന് വേണ്ടി, അൻവറിന് വേണ്ടി ലീഗ് പോരാടി, നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. അൻവറും അവരെ വിശ്വസിച്ചു, അവരെ ആശ്രയിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. പക്ഷേ അൻവർ തന്നെയാണ് അൻവറിന് കുടിക്കേണ്ടിയിരുന്ന കപ്പ് തട്ടിത്തെറിപ്പിച്ചത്. അതിന് ലീഗ് ഉത്തരവാദികളല്ല. അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഞ്ഞിയിൽ പാറ്റ ഇട്ടെന്നൊക്കെ പറയുകയല്ലേ, അതാ ഇട്ടു. അൻവറിൻ്റെ വർത്തമാനം എന്തൊക്കെയാണ്? ആ വർത്തമാനം, അയ്യോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ സഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം വരും. അത് അദ്ദേഹത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലെ ഒരു സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ്, ഒരു MLA, ജൂനിയർ MLA രാത്രി കാണാൻ വന്നത് പിറ്റേ ദിവസം പകൽ മൈക്ക് വെച്ച് വിളിച്ച് പറയും. എന്നിട്ട് പറഞ്ഞു, പാലക്കാട്ട് വെച്ച് തന്നെ ഇങ്ങനെ രാത്രി പാതിരായ്ക്ക് ആരും കാണാതെ വന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഷാഫി ചാലിയത്തിന് അടുത്ത ദിവസം അങ്ങോട്ട് പോകാൻ തോന്നില്ല. അപ്പോഴേ അൻവറിൻ്റെ ഇത് നമുക്ക് നേരത്തെ ഒരു നേതാവിനെ കണ്ടാണല്ലോ, PC ജോർജ്. 2 കളത്തിലും മാറി മാറി ചവിട്ടി നാടകം കളിച്ച് അവസാനം രണ്ട് തോണിയിലും ഇല്ലാതെയായി, കാല് വെക്കാൻ സ്ഥലമില്ലാതെയായി. അതേപോലൊരു നിലയിലേക്കാണ് അൻവർ പോകുന്നത്. ആ പോക്ക് മനസ്സിലായി ഇവർക്കൊക്കെ, ഷാഫി ചാലിയത്തിനും ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി അൻവറിൻ്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണ്, ഇങ്ങനെ നിത്യതയിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരിങ്ങനെ മാറിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവറിന് UDFിലേക്കോ ഇടതുപക്ഷ മുന്നണിയിലേക്കോ ഇനിയും തിരിച്ചു വരവുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ക്ഷേമ പെൻഷനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട്.
ക്ഷേമ പെൻഷൻ എൻ്റെ ഷാഫി ചാലിയെ ഇത്ര കാശല്ലേ ഉള്ളൂ. ഇത് കുറേ മാസത്തെ ഗഡുക്കളെല്ലാം കൂടെ ഒന്നിച്ച് കൊടുത്താൽ പോലും ഇത്ര കാശല്ലേ ഉള്ളൂ. കേരളത്തിലൊരു മലയാളിയുടെ ഒരു ശരാശരിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ, വരുമാനവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ, ദിവസക്കൂലിക്കാരുടെ ദിവസക്കൂലി എത്ര കേരളത്തിലെ ഒരു 1000-1200 രൂപ കിട്ടുവേ. പെൻഷൻ ഒരു മാസം കിട്ടുന്ന കാശ് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അത്രയും കാശ് 2-3 മാസം ഉണ്ടെങ്കിൽ പോലും ഒരു കുടിശ്ശിക കൊടുത്താൽ അത് കൈക്കൂലിയാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമല്ല. അതല്പം ദയനീയമായി പോയി ആ പ്രസ്താവന എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അവിടുത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും ഒക്കെ വരുന്ന അഭിപ്രായങ്ങളുടെ ഒരാകത്തുക എടുത്താൽ ആ ഒരു പ്രസ്താവനയ്ക്ക്, ആ ഒരു നിലപാടിന് എതിരാണ് എന്ന് കാണാൻ. തീർച്ചയായിട്ടും അതിനോട് ഷാഫി ചാലിയം പറഞ്ഞ അഭിപ്രായമല്ല എൻ്റേത്. കാരണം സാധാരണ കേരളത്തിലെ മലയാളികളുടെ കൂട്ടത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാർ, പെൻഷൻകാർക്ക്, വേറെ ഒരു വരുമാനമില്ലാത്തവർ കിട്ടുന്ന ഒരു കുഞ്ഞു വരുമാനമാണ് ഈ പെൻഷൻ. അതിപ്പോൾ 2-3 മാസം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തിരി അരിയേഴ്സായിട്ട് കൊടുക്കുന്നത്, അത് തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി പോയി എന്നതുകൊണ്ടത് അതിനെ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശമ്പളവും പെൻഷനും ഒക്കെ അങ്ങനെ കാണേണ്ട കാര്യങ്ങളാണോ എന്നുള്ള ചർച്ചയും കൂടെ വരുന്നുണ്ട്.